ഇന്ന് ആലിക്കുട്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇതാ പൊട്ടൊന്നും തൊടാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അവളെയും കൊണ്ടുപോയിട്ട് വീട്ടിൽ വന്നപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കഴുകിയിട്ട തുണികളൊക്കെ ഇതാ മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. തുണിയോ ആറിയിട്ട് പിന്നെ ഞാൻ നേരെ ചായ കുടിക്കാനായിട്ട് പോവാണ്. ചായ കുടിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കേക്കുള്ള പരിപാടി നോക്കും. ഇന്നത്തെ പറമ്പിൽ നിന്നൊരു പപ്പായ ഒപ്പിച്ചിട്ടുണ്ട്. ഇതും പരിപ്പും കൂടിയാണ് കറി വെക്കാനുള്ള. പപ്പായും അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ എന്താ കച്ചുവിന് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്നും കൊടുത്തു. അവർക്ക് കഴിക്കാനുള്ളതും കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ റേഷനും കൂടി കഴിച്ചതിന് ശേഷം നേരെ ഇതാ മീൻ കെട്ടിയാനായിട്ട് പോകും. ഇന്ന് കിട്ടിയിട്ടുള്ളത് മത്തിയും ചെമ്മീനുമാണ്. അപ്പൊ ചെമ്മീൻ കറി വെക്കലും മത്തി പൊരിക്കലും. അച്ഛനുള്ള പാട്ടും വെച്ച് കൊടുത്തപ്പോൾ ഞാൻ നേരെ ഇതാ മീൻ കെട്ടിയാനായിട്ട് പോവാണ്. കുറേ നാളായി ഇപ്പൊ ഇവിടെ ചാള വാങ്ങിയിട്ടോ. ചാള എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, ചാള ഫ്രൈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടം. മീൻ കട്ട് ചെയ്തത് മണത്തറിഞ്ഞത് ഇവളും കൂടി എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്ത മീനിൽ എന്താ കറി വെക്കാനുള്ളത് അമ്മ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ഫ്രൈ ചെയ്യാനായിട്ട് പോകും. കുറേ നാളിന് ശേഷം ചാള വാങ്ങിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ സ്പെഷ്യലായിട്ടുള്ളതാണല്ലോ വാഴയില ഞാൻ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ വാഴയിലയിൽ ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകും. മീനിൻ്റെ മുകളിലായിട്ട് ഞാൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിതാ റസ്റ്റ് എടുത്ത് മുന്തിരിങ്ങ കഴിക്കാനായിട്ട്